ഗൾഫിൽ കാണാൻ ഭംഗിയുള്ള പ്രദേശങ്ങളും കൗതുക കാഴ്ചകളും പ്രവാസികൾക്ക് ഹരമാണ്. ബഹ്റൈനിലെ പ്രവാസികൾക്കിടയിൽ ഒരു കൊച്ചു ഇടവഴിയാണ് ഇങ്ങനെ ഇഷ്ടം പിടിച്ചു പറ്റിയ ഒരു സ്ഥലം. ഡെസേർട്ട് ട്രാവലിൽ ബഹ്റൈനിലെ ഗുദൈബിയയിൽ നിന്നുള്ള ആ കാഴ്ച കാണാം. പ്രവാസ ജീവിതത്തിലെ ജോലി തിരക്കുകൾ, അതിൻ്റെ സംഘർഷങ്ങൾ, സമ്മർദ്ദങ്ങൾ, അതിൽ നിന്നൊക്കെ മാറി ബഹ്റൈനിൽ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ഒരു വൈബുള്ള സ്ഥലം, അതാണ് ഗുദൈബിയയിലെ ഈ ഇടവഴി. മനോഹരമായി അലങ്കരിച്ച ഒരു കൊച്ചു സ്ഥലം. ഇവിടെ വന്ന് ഫോട്ടോയെടുക്കാം, കാഴ്ചകൾ കാണാം. ഗുദൈബിയയിലെ ഈ ഇടവഴി ബഹ്റൈനിൽ ശ്രദ്ധ നേടിയത് നവസാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ്. പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ, ചെടികൾ, അലങ്കാര വസ്തുക്കൾ, ഇവയൊക്കെയും വഴിയുടെ രണ്ടു വശത്തും ഒരുക്കി വെച്ചിരിക്കുന്ന രീതി, ഇതെല്ലാം ഈ ഇടവഴിയെ മനോഹരമാക്കുന്നു. പൂക്കുടകളും പൂച്ചട്ടികളും ചിത്രപ്പണികളുള്ള കൗതുക വസ്തുക്കളും ഇവിടെ നിറയെ കാണാം. ജോലി തിരക്കിനിടയിൽ കിട്ടുന്ന ഇത്തിരി ഒഴിവു സമയത്ത് വേറിട്ട കാഴ്ചകൾ കാണാനെത്തുന്ന പ്രവാസികൾക്ക് ഒത്തിരിയൊന്നും വിശാലതയില്ലെങ്കിലും ഈ ഇടവഴി കാണുമ്പോൾ നിറഞ്ഞ സന്തോഷം, ഗൃഹാതുരമായ കാഴ്ചകൾ കാണുന്നതിൻ്റെ വേറിട്ട ആഹ്ലാദം. ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ ഇടവഴി പോലുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ അതിൽ എന്ന് പറഞ്ഞാൽ അവർ കുറേ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പഴയ പുരാതനമായ കുറേ സാധനങ്ങൾ, നമ്മളുടെ പഴയകാല ടൈപ്പ് റിക്കാർഡുകൾ, അതുപോലുള്ള പല സാധനങ്ങളും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ഏരിയയാണ്. പക്ഷെ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് വന്നിട്ട് കാണാനും ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സുന്ദരമായൊരു സ്ഥലമായിട്ട് ഒരു ഇടവഴിയാണ്. പക്ഷെ അതിനെ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി. നല്ല വൈബുള്ള സ്ഥലമാണ്. ഇത്രയും മനോഹരമായി ഈ ഇടവഴിയെ ഇങ്ങനെ ഒരുക്കി വെച്ചവർ പലവർണ്ണങ്ങളാലുള്ള അലങ്കാരപ്പണികളാൽ അതിനെ ഏറ്റവും നിറപ്പകിട്ടുള്ളതാക്കിയിട്ടുണ്ട്. റാന്തൽ വിളക്കുകളും കൂജകളും പാനപാത്രങ്ങളുമൊക്കെയായി പഴയകാല സ്മൃതികൾ ഉണർത്തുന്ന ഒത്തിരി കാഴ്ചകളുണ്ട് ഇവിടെ. വലിയ പാത്രങ്ങളുടെ ഭാഗങ്ങളും അതിലെ ചിത്രങ്ങളും എഴുത്തുകളുമെല്ലാം ഈ ഇടവഴിയുടെ പല ഭാഗങ്ങളിലായി ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാം. സംഗീതോപകരണങ്ങളും പഴയ ടേപ്പ് റെക്കോർഡറുകളും കരകൗശല വസ്തുക്കളും, ഇങ്ങനെ പലതുമുണ്ട് ഇവിടെ. ബഹ്റൈനിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് അറിഞ്ഞ ശേഷം ധാരാളം പ്രവാസികൾ ഇവിടെ എത്തുന്നുണ്ട്. അതെ, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ബഹ്റൈൻ്റെ മനാമ എന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ച ഒരു ഏരിയ ആണ്. അതിൻ്റെ ഇടയിൽ കാണുന്ന ഒരു മനോഹരമായൊരു സ്ഥലമാണ്. വ്യത്യസ്തമായിട്ടാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആകർഷകമായ രീതിയിൽ ഈ ഇടവഴി അലങ്കരിച്ചു വെച്ചവരുടെ ലക്ഷ്യം സന്ദർശകർക്ക് ഇങ്ങനെ കാഴ്ചാവിരുന്നൊരുക്കുക തന്നെയാവണം. ഇവിടെ വരുന്നവർക്ക് ഈ സുന്ദരമായ കാഴ്ചകൾ പശ്ചാത്തലമാക്കി ഫോട്ടോകളും സെൽഫികളും എടുക്കാനാണ് ഇഷ്ടം. ഏറെ നേരമൊന്നും ചെലവഴിക്കാനോ ചുറ്റി നടന്ന് ദീർഘസമയം കാണാനോ ഉള്ള വിസ്തൃതിയോ വിശാലതയോ ഒന്നും ഇവിടെയില്ല. എങ്കിലും ഈ ഇടനാഴിയിലെ കാഴ്ചകൾക്ക് അല്പനേരം ആരെയും ഒന്ന് പിടിച്ചിരുത്താനുള്ള വശ്യതയുണ്ട്. പല രാജ്യക്കാരായ പ്രവാസികൾ ഈ കാഴ്ചകൾ കാണാനായി ഇവിടെ എത്തുന്നു. Yeah, I like it. It's beautiful and the place is very nice. കണ്ണിനും മനസ്സിനും കുളിർ പകരുന്നതാണ് ഈ ചെറിയ വഴിയുടെ ഇരുവശവുമുള്ള കാഴ്ചകൾ. ഇവിടെ എത്താനുള്ള വഴി ഇങ്ങനെ. ഗുദൈബിയയിലെ ചർച്ചിൻ്റെയും ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെയും അടുത്ത് സെൻട്രൽ കഫേയുടെ എതിർവശത്തുള്ള പാതയിലൂടെ അല്പമൊന്ന് മുന്നോട്ട് പോയാൽ വലതുവശത്തായി ഈ സ്ഥലം കാണാം. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.